കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നോക്ക്, ഈ സന്തോഷമുണ്ടല്ലോ എത്ര നാളായിട്ട് ഞാൻ അനുഭവിക്കുന്നുണ്ടെന്നോ. ഇതിലും വലിയ സന്തോഷം ഇനി വേറെ എങ്ങും ഇല്ല. അതെ ആന്റി, നിങ്ങളുടെ സന്തോഷം ഒരു കാന്തത്തെ പോലെ എന്നെ ആകർഷിച്ചു. ഞാനും ഇപ്പൊ അതേ ഫീലിംഗിലുള്ള. നീ എന്നെ കളിയാക്കിയതാണോ അനുമോദിച്ചതാണോ? അനുമോദിച്ചത് ആന്റി. ആന്റിയെ കളിയാക്കിയത് പോലെ തോന്നിയോ? എന്തോ ഈ അവസരത്തില് ഏതാണ് അനുമോദനം ഏതാ കളിയാക്കൽ അറിയാനേ പറ്റുന്നില്ല. ഉണ്ണിയുടെ അവസ്ഥ എങ്ങനെയാണ്? അഭിയേട്ടന്റെ അവസ്ഥ എങ്ങനെയായിരിക്കും അപ്പോ? അനു, കീർത്തി, നിങ്ങൾ ഹോംവർക്ക് ചെയ്തായിരുന്നോ? ഇപ്പൊ കഴിയോ അച്ഛാ? ഞാൻ എഴുതി അച്ഛാ. എവിടെ? ഞാൻ നോക്കട്ടെ. എന്താ മക്കളെ ഇത്? ഇന്നലെ രാത്രി 1-2 തവണ എഴുതിപ്പിച്ച് ബൈഹാർട്ടാക്കി തന്നതല്ലേ? പിന്നെ എന്താ വീണ്ടും സ്പെല്ലിംഗ് മിസ്റ്റേക്സ് വരുന്നേ? ഞങ്ങൾക്ക് ഇങ്ങനെ എഴുതാനേ അറിയൂ. ഇങ്ങനെ എഴുതുന്നത് തെറ്റല്ലേ? ഞങ്ങൾക്കൊരിക്കലും ശരിയായിട്ട് എഴുതാൻ പറ്റത്തില്ല അച്ഛാ. ഞാൻ ഇന്നലെ പറഞ്ഞു തന്നതല്ലേ? അപ്പോ നിങ്ങൾ കറക്റ്റ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ലെന്ന് അർത്ഥം. ഇങ്ങനെ പഠിച്ച എങ്ങനെ ടെസ്റ്റ് പാസ്സാവുന്നേ? അച്ഛ അടുത്തിരുന്ന് പറഞ്ഞു തന്നാ ഞങ്ങൾ പാസ്സാവും. ഞാൻ അടുത്തിരിക്കുന്നതിൽ അല്ല കാര്യം അനു. എക്സാം എഴുതാൻ പോകുന്നത് നിങ്ങളാണ്. അച്ഛനൊന്ന് അടുത്തിരുന്ന് എഴുതിപ്പിക്കച്ചാ. നിങ്ങൾ നന്നായിട്ട് പഠിച്ചോണ്ടിരുന്നല്ലേ, പിന്നെന്താ ഇപ്പൊ ഇങ്ങനെ ഉഴക്കുന്നത്? നോക്ക്, അറിയാവുന്ന വേർഡ്സിനെ ഇങ്ങനെ തെറ്റിച്ച എന്ത് ചെയ്യും? കുട്ടികൾ പേടിക്കുന്ന തോന്നുന്നേ. ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. ഓക്കെ, രണ്ടുപേർക്ക് നല്ല വിശപ്പുണ്ടെന്നാ തോന്നുന്നത്. പോയി ഫ്രഷ് ആയിട്ട് വാ. ഭക്ഷണം കഴിച്ചതിന് ശേഷം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. മൈ ലിറ്റിൽ ഏഞ്ചൽ, മൈ സ്വീറ്റ് ലില്ലി. ചെല് പോയി ഫ്രഷ് ആയിട്ട് വാ. ചെല്, 10 മിനിറ്റുള്ളിൽ ഫ്രഷ് ആയിട്ട് വരണം. ഓക്കെ? ഇവരെങ്ങനെ ശരിയാക്കുക? അയ്യോ, ഭാവനെ, വസുവിനെ കണ്ടോ? ഇല്ല ഏട്ടാ. പുറത്തും കാണുന്നില്ല ഏടത്തി. ഇത്രയും രാവിലെ എവിടെയാ പോയത്? ഉണ്ണി, അമ്മ എവിടെ പോയി? എനിക്കറിയില്ല വല്യമ്മ. ഇന്നലെ രാത്രി എന്റെ കൂടെയാ കിടന്നത്. രാവിലെ എണ്ണിട്ട് നോക്കിയപ്പോ എന്റെ അടുത്ത് അമ്മയില്ല. സ്വന്തം മകൻ ഉയരത്തി പോണോന്നും എന്റെ പേരക്കുട്ടികൾ തോറ്റു പോണോന്നും ആഗ്രഹിക്കുന്നു. രണ്ടാനമ്മയുടെ സ്വഭാവം നീ കാണിച്ചല്ലേ?
ഇവള് കുട്ടികളെ ശ്രദ്ധിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അത് തെറ്റാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഇനി നിങ്ങൾക്ക് അച്ഛനും അമ്മയും എല്ലാം ഞാൻ തന്നെയായിരിക്കും. എൻ്റെ കുട്ടികളെ ഞാൻ തന്നെ നോക്കിക്കോളാം. അവരെ വെറുതെ ഡിസ്റ്റർബ് ചെയ്യാതെ താൻ പോവാൻ നോക്ക്. മോളെ വസു, നീ ഇവിടെ നിൽക്കായിരുന്നോ? ഞങ്ങളിവിടെ മുഴുവൻ അന്വേഷിച്ചു. ഏടത്തി എന്താ ഇവിടെ ഒറ്റയ്ക്ക് വന്ന് നിൽക്കുന്നത്? ഒറ്റയ്ക്ക് ഇങ്ങനെ ആകാശം നോക്കി നിന്ന പ്രശ്നങ്ങളൊക്കെ തീരോ വസു? വേറെ എന്താ ചെയ്യാ ചേച്ചി? ഇത്ര ആലോചിച്ചിട്ടും എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. എന്താ ചെയ്യേണ്ടെന്നും എനിക്കറിയില്ല. നിന്റെ ഈ അവസ്ഥയ്ക്ക് നീ തന്നെ കാരണം. മനുഷ്യർക്ക് നല്ല ഗുണം ആവശ്യം തന്നെയാണ്. പക്ഷേ ചില സമയത്ത് ആ നല്ല ഗുണം മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ അപമാനിതരാക്കും. ഏടത്തി ഇന്നലെ സത്യം പറയേണ്ടതായിരുന്നു. ഇപ്പോഴും ഒട്ടും വൈകിട്ടില്ല വസു. അമ്മയോടും അബിയോടും സത്യം പറഞ്ഞേക്ക്. അതിന് ഈ ഒരു സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ ഏടത്തി. എത്ര നേരം വേണമെങ്കിലും ഇങ്ങനെ കരഞ്ഞോണ്ട് നിൽക്കുന്നതല്ലാതെ നീ സത്യം പറയില്ലല്ലേ? പറയില്ല ചേച്ചി. അറിയാം, അതിന് കാരണം ദൈവം നിന്നെ ഇങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നെ. പക്ഷെ വസു, ചെയ്യാത്ത കുറ്റത്തിന്റെ പഴി ചുമക്കുന്നത് ഒട്ടും നല്ല കാര്യമല്ല. ആ തെറ്റ് തിരുത്താനുള്ള ബാധ്യത പോലെ നിന്റെ കയ്യിലാ ഉള്ളത് വസു. ഇന്നലെ രാത്രി ഞാൻ ചോദിച്ചു. കുട്ടികളെ നോക്കാന്ന് ഞാൻ പറഞ്ഞപ്പോ ഏട്ടൻ വേണ്ടെന്ന് പറഞ്ഞു. അബി എന്തിനാ വേണ്ടെന്ന് പറയുന്നത്? ഈ കല്യാണം നടന്നത് തന്നെ കുട്ടികൾക്ക് വേണ്ടിട്ടാ. ആ കുട്ടികളുടെ മേലുള്ള മുഴുവൻ അധികാരം ചുമതല നിനക്കുള്ളതാ. ഇല്ലാന്ന് പറയാനുള്ള റൈറ്റ്സ് അബിക്കുന്നല്ല, അമ്മയ്ക്ക് പോലും ഇല്ല. ചേച്ചി. അതെ വസു, ഇന്നലെ നീ എന്താ പറഞ്ഞേ? അനുവും കീർത്തിയും നിന്റെ സ്വന്തം മക്കളാണ്. അവരെ അബിയോ അമ്മയോ പോലും വഴക്ക് പറയുന്നത് നിനക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് എന്നോട് പറഞ്ഞല്ലേ? അപ്പൊ ഇന്ന് നിന്റെ കുട്ടികളെ വിട്ട് നീ എന്തിനാ ദൂരെ പോകുന്നത്? നീ അവരുടെ കൂടെ നിൽക്കേണ്ടതല്ലേ? യാതൊരു ബന്ധവും ഇല്ലാത്ത പോലെ എന്തിനാ ഇവിടെ ഒന്ന് ഒറ്റയ്ക്ക് നിൽക്കുന്നത്? ഇത് നിന്റെയും കൂടി വീടാ വസു. അബി നിന്റെ ഭർത്താവാ, അനുവും കീർത്തിയും നിന്റെ മക്കളാ. അവരെ കാണരുതെന്ന് പറയാനുള്ള അവകാശം അബിക്കോ വീട്ടിലെ ജോലി ചെയ്യരുതെന്ന് പറയാൻ വേണ്ടി അമ്മയ്ക്ക് യാതൊരു റൈറ്റ്സും ഇല്ല. നിന്നെ ഈ വീട്ടിൽ നിന്ന് തന്നെ മാറ്റി നിർത്തി ഒതുക്കി നിർത്താനുള്ള അവകാശം ആർക്കും ഇല്ല. ചേച്ചി. എന്താ പേടി തോന്നുന്നുണ്ടോ? നീ കാണാത്ത പ്രശ്നങ്ങളാണോ ഇതൊക്കെ? അതോ നീ കേൾക്കാത്ത കാര്യങ്ങളാണോ? നന്മയുള്ള ആൾക്കാരെ പോലും കുറ്റം പറയുന്ന ലോകമായത്. ഈ ലോകത്തില് എല്ലാം തന്നെ സഹിക്കുന്ന നിന്നെ പോലുള്ള ആൾക്കാരുണ്ട്. ഈ ലോകം നിന്നെ മാറ്റണമെന്ന് വിചാരിച്ച നീ മാറുവോ? മാറാൻ കഴിയില്ലല്ലോ. ഈ ലോകത്തെ തന്നെ മാറ്റണം. എന്താ ഭർത്താവിന്റെ ജീവൻ കൊണ്ടുപോയ യമനെ സാവിത്രി തടഞ്ഞില്ലേ? ഭർത്താവിന്റെ ജീവന് വേണ്ടി സുമതി സൂര്യനെ തന്നെ തടഞ്ഞില്ലേ? അങ്ങനെ ഒരു ശക്തി നിനക്കുണ്ട്. നിനക്കുള്ളിൽ അനേക ശക്തികളുണ്ട്. ചെയ്യാത്ത തെറ്റിനാ നീ പഴി ചുമക്കുന്നത്. ആ തെറ്റ് എന്താന്ന് തിരുത്തി നീ ആരാന്ന് കാണിച്ചു കൊടുക്ക്. നിന്റെ ഭർത്താവിന് കോഫി ഇട്ടു കൊടുക്ക്. അമ്മയുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്ക്. നിന്റെ കുട്ടികളെ നീ പഠിപ്പിക്ക്. നിന്നെ ആരാ തടയുന്നെന്ന് ഞാനും നോക്കട്ടെ. ചെല്ല്. അങ്ങനെ ചെയ്യ്. ഓൾ ദ ബെസ്റ്റ് വസു. എന്റെ ദൈവമേ, എന്താ ഭാവന ഇത്? ഇങ്ങനെയൊക്കെയാണോ വസുവിനെ എൻകറേജ് ചെയ്യുന്നേ? ഞാൻ മൂപ്പിച്ചതൊന്നല്ല ഏട്ടാ. അവളുടെ ശക്തി അവളെ മനസ്സിലാക്കിപ്പിച്ചതാ.
സൂപ്പർ മോട്ടിവേഷൻ എടുത്തി കൊടുത്തത്. വസുവേടത്തേക്കും ഇപ്പൊ നല്ല ധൈര്യം വന്നു. എൻകറേജ് ചെയ്താൽ മാത്രം മതി. വസു എന്ത് വേണമെങ്കിലും ചെയ്യുമാകിൽ. അതെ എടുത്തി, വസുവേടത്തി മൾട്ടി ടാലന്റഡ് ആണെന്നും ഈ ഇടയ്ക്കാ മനസ്സിലായത്. വസുവേടത്തെ കൊണ്ട് എന്തും ചെയ്യാൻ പറ്റും. അതറിയാവുന്നോണ്ടാ വസുവിനെ ഇത്ര എൻകറേജ് ചെയ്ത് വിട്ടത്. അതുപോലെ എന്നെ ഇടയ്ക്കിടയ്ക്ക് നിനക്കൊന്ന് മോട്ടിവേറ്റ് ചെയ്തൂടെ? ഭാവനെ ഭാവനെ ഭാവനെ, നീ എന്താ ഇങ്ങനെ നോക്കിട്ട് പോകുന്നേ? എടാ അഖിലേ, നീ ഒന്ന് നിന്നെ. നിന്റെ ഏട്ടത്തിയില്ലേ എന്നെ ഒരുമാതിരി നോക്കിട്ട് പോയേ? ആ നോട്ടത്തിന്റെ അർത്ഥം എന്താടാ? കാക്ക ഇനി തലകുത്തി മറിഞ്ഞ് കുളിച്ചാലും ശരി, അത് കറുപ്പ് തന്നെ ആയിരിക്കും, വെളുക്കാനേ പോകുന്നില്ല. അർത്ഥം എന്താന്ന് ചോദിച്ചപ്പോ മനസ്സിലാവാത്ത കാര്യമാണോ പറയുന്നേ? ഇനിയും ഏട്ടന് മനസ്സിലായില്ലെങ്കിൽ പിന്നെ എനിക്ക് ഒന്നും പറയാനില്ല. ഇവനിത് എന്തോ പറയുന്നേ? വസുവേട്ടത്തി കരഞ്ഞോണ്ട് വരുമെന്നല്ലേ വിചാരിച്ചത്? എന്നത്തെയും പോലെ ചുറുചുറുക്കോടല്ലേ വരുന്നത്. അതേ മോളെ, കരച്ചിലൂടെ വരുമെന്ന് വിചാരിച്ചപ്പോ കോൺഫിഡന്റ് ആയിട്ടല്ലേ അവൾ ഇറങ്ങി വരുന്നേ. നമ്മുടെ അടുത്തേക്കാണല്ലോ വരുന്നത്. കുട്ടികളെ നമ്മൾ എരികേറ്റി വിട്ട് എടുത്തിരുത്തുന്ന വഴക്കമായി കൊടുത്തില്ലേ? ആ കാര്യം മനസ്സിലായെന്ന് തോന്നുന്നു. എന്നെ എന്തിനാ കൂട്ടുന്നത്? നിങ്ങളല്ലേ നുണ പറഞ്ഞുണ്ടാക്കിയത്? എടി കള്ളി, നീ അല്ലേ കൊടുങ്കാറ്റുണ്ടാക്കാൻ പറഞ്ഞത്? ഞാൻ കൊടുങ്കാറ്റല്ലേ ചോദിച്ചത്, നിങ്ങൾ സുനാമിയല്ലേ വരുത്തി വെച്ചത്. നീ കുറഞ്ഞാളൊന്നല്ലല്ലോ, അവളുടെ വ്രതം കെടുത്തിയ നീയല്ലേ? എന്തിനാ ആന്റി കിച്ചണിലേക്ക് പോയത്? ഒരുപക്ഷെ ഗ്യാസ് ലീക്കാക്കി വീട് കത്തിക്കാനുള്ള പ്ലാൻ ആണോ? ഇല്ല ആന്റി, കോഫി ഉണ്ടാക്കുക. കോഫി കൊടുത്ത് അബിയേട്ടനെ കൂളാക്കാൻ പോവുക. കോഫി കൊടുത്ത് അബി കൂളാവുന്നാണോ? അവൻ അവിടെ നോക്കിക്കോ. എന്താ? കോഫി. കുട്ടികൾ കോഫി കുടിക്കത്തില്ല, പാലേ കുടിക്കത്തുള്ളൂ. ഞാൻ കോഫി കൊണ്ടുവന്നത് കുട്ടികൾക്കല്ല, ഏട്ടനാ. ഭക്ഷണം കഴിച്ച ശേഷം കുട്ടികൾക്ക് ഞാൻ പാല് കൊടുക്കാം. എനിക്ക് കോഫി വേണ്ട. ദിവസവും രാവിലെ കുടിക്കുന്നല്ലേ ഏട്ടൻ? ഇപ്പൊ എനിക്ക് കുടിക്കാൻ തോന്നുന്നില്ല. കുടിച്ചേ പറ്റൂ. കുടിക്കുകയാണെങ്കിൽ ഇവളങ്ങ് പോവുമല്ലോ. ഇവളെന്താ ഇവിടെ തന്നെ നിൽക്കുന്നേ? പോവെന്ന് വിചാരിച്ചപ്പോ ഇവിടെ തന്നെ നിൽക്കുവാണോ?
ഇനി എന്താ? ഒന്നുമില്ല. പിന്നെന്താ ഇവിടെ തന്നെ നിൽക്കുന്നേ? നിന്നാലെന്താ? പൊയ്ക്കോളൂ. റൂം വിട്ടു പോണോ അതോ വീട് വിട്ടു പോണോ? ഞാൻ അതല്ല ഉദ്ദേശിച്ച. ദിവസവും ഈ നേരത്ത് ഏട്ടൻ യോഗ ചെയ്യുന്നല്ലേ? ഇപ്പൊ കുട്ടികൾക്ക് മുടി പിന്നണ്ടേ? ഞാൻ ചെയ്തു കൊടുക്കാം ഏട്ടാ. കുട്ടികളുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കൊള്ളാന്ന് ഇന്നലെ പറഞ്ഞല്ലേ? ശരി, എന്നാ ഏട്ടൻ തന്നെ ചെയ്തോ. ഇവളെന്താ ഇങ്ങനെ? അപ്പോ എനിക്ക് മുടി പിന്നെ അറിയില്ലെന്നാണോ? കാണിച്ചു തരാൻ തനിക്ക്. ഞാൻ ആരാണെന്ന് ഇപ്പൊ കാണിച്ചു തരാം. സോറി. അച്ഛാ, എനിക്ക് ഒരുപാട് വേദന എടുക്കുന്നുണ്ട്. മക്കളെ നാണം കെടുത്തല്ലേ? ഒച്ച കുറച്ച് പറ. അച്ഛാ, വേദനിക്കുന്ന അച്ഛാ. അതൊന്നും സാരമില്ലനു, ഒച്ച വെച്ച് പറഞ്ഞോ. അച്ഛാ, അച്ഛന് തലമുടി പിന്നാൻ അറിയില്ലല്ലോ. ഞങ്ങളുടെ തലമുടി അവര് തന്നെ പിന്നിക്കോട്ടെ. വേണ്ട വേണ്ട, ഞാൻ തന്നെ ചെയ്തു തരാം. വേണ്ട അച്ഛാ, ഇപ്രാവശ്യം അവര് തന്നെ മുടി പിന്നി തരട്ടെ. തല പിന്നുന്നതും ടിഫിൻ കൊടുക്കുന്നതൊക്കെ താൻ ചെയ്തോ? കുട്ടികളുടെ ബാക്കി കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കിക്കോളാം. മക്കളെ, വേഗം റെഡിയായിട്ട് ഭക്ഷണം കഴിക്കുക. എന്നിട്ട് നമുക്ക് ബാക്കി പഠിക്കാം. ആദ്യം ഏട്ടന്റെ ആ യോഗ പോയി ചെയ്തേക്ക്. എക്സ്ക്യൂസ് മീ. വെറുതെ നിന്നിട്ട് എന്ത് ചെയ്യാൻ ഏട്ടൻ? ദിവസവും ഏട്ടൻ ചെയ്യുന്ന യോഗ നിർത്താതെ അത് കണ്ടിന്യൂ ചെയ്യാനാ ഞാൻ പറഞ്ഞത്. അച്ഛന് യോഗ ചെയ്യുന്നില്ലേ? എന്ത് നോക്കിക്കൊണ്ടിരിക്കുവാ? വേഗം തലമുടി പിന്നിത്താ. ഇനി എങ്ങാനും അച്ഛന് മനസ്സ് മാറി ഇങ്ങോട്ടേക്ക് വന്ന് മുടി പിന്നിത്തരാന്ന് പറഞ്ഞാലോ? അനു, കീർത്തി, നിങ്ങളെ ഞാൻ റെഡിയാക്കുന്നത് ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ഞങ്ങളെ ഒരുക്കുന്നതൊക്കെ ഓക്കെ. സ്റ്റഡീസ് ഒക്കെ അച്ഛൻ നോക്കൂ. അതെന്താ അങ്ങനെ? അച്ഛൻ ഓഫീസിലെ ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കേണ്ടതല്ലേ? ഞാൻ നന്നായിട്ട് നിങ്ങളെ പഠിപ്പിക്കാന്നേ. നിങ്ങളൊന്നും പഠിപ്പിക്കണ്ട, ഞങ്ങൾ അച്ഛന്റെ അടുത്തിരുന്ന് പഠിച്ചോളാം. നിങ്ങൾ കാർത്തിക ചെറിയമ്മയെ പോലെ അധികമൊന്നും പഠിച്ചിട്ടില്ലല്ലോ. അധികമായിട്ടൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും നിങ്ങളെ പഠിപ്പിക്കേണ്ട അറിവൊക്കെ എനിക്കുണ്ട്. നിങ്ങളൊന്നും പറയണ്ട, ഞങ്ങൾ അച്ഛന്റെ അടുത്തിരുന്നേ പഠിക്കത്തുള്ളൂ. എന്നാ ശരി, പ്രോഗ്രസ് കാർഡില് ഞാനല്ല സൈൻ ചെയ്തതെന്നും എന്റെ സൈൻ നിങ്ങൾ ആ കള്ളത്തരം കാണിച്ച് സൈൻ ചെയ്തതെന്നും ഞാൻ അച്ഛനോട് പറയും. എന്താ പേടിച്ചു പോയോ?
അങ്ങനെ പറയണമെന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇന്നലെ എല്ലാവരുടെ മുന്നിൽ വെച്ച് പറയുമായിരുന്നില്ലേ? എന്താ ഞാൻ പറയാതിരുന്നേ? എന്താന്നറിയോ,